എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ബിഗ് ബോസ് സീസൺ 6 കണ്ട എല്ലാവർക്കും അറിയാം, അഭിഷേക് ജയദീപും അഭിഷേക് ശ്രീകുമാറും തമ്മിൽ വിപരീത ആശയങ്ങളിൽ വിശ്വസിക്കുന്ന രണ്ടുപേരാണ്. വിപരീത ആശയങ്ങളിൽ വിശ്വസിക്കുക എന്ന് മാത്രമല്ല, ഇവർ തമ്മിലുള്ള ആശയങ്ങളെ, ഒരാളുടെ ആശയത്തെ മറ്റൊരാളെ എതിർക്കുന്ന ഒരു ആശയമാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഇവർ ബിഗ് ബോസിനുള്ളിൽ വരികയും അവിടെ വെച്ച് കുറേ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുകയും പിന്നെ അതല്ല ഇവർ എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ റീസെൻ്റ്ലി ഇന്നലെയാണോ മിനിഞ്ഞാന്നാണ് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഇവർ തമ്മിൽ വീണ്ടും ഒരു ക്ലാഷ് ആരംഭിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ക്ലാഷ് എന്താണ്, ഇവർക്കിടയിൽ കൊറിയൻ മല്ലു എന്തിന് കുത്തിക്കരി വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ ഘടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതൊരു വലിയ ഉപകാരമായിരിക്കും. എനിക്ക് ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഈ മുഖം ഇടയ്ക്ക് കാണണം എന്നൊരു പോരായ്മ മാത്രമേ ഉള്ളൂ. അത് പോകെ ശീലമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശീലമാകുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇത് വളരെ സെൻസിറ്റീവായിട്ടൊരു കണ്ടൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇതിൽ രേഖപ്പെടുത്തില്ല. എന്താണ് നടന്ന സംഭവം എന്ന് നിങ്ങൾക്ക് മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യുക മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോൾ ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡ് എൻട്രികളായിട്ട് കുറച്ച് ആളുകൾ വരുന്നു. അതിൽ വരുന്ന 2 പേരാണ്, ഒന്ന് അഭിഷേക് ജയദീപും ഒന്ന് അഭിഷേക് ശ്രീകുമാറും. ഇവരെ രണ്ടിനെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇവർ 2 പേരും 2 ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണ്. 2 ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അഭിഷേക് ജയദീപ് ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗവും അഭിഷേക് ശ്രീകുമാർ ആ കമ്മ്യൂണിറ്റിയെ എതിർക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗവും, ഒരു സംഘടനയുടെ ഭാഗവുമാണ്. അപ്പോൾ ഇവർ തമ്മിൽ ആശയപരമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. വന്ന ഫസ്റ്റ് ഡേ തന്നെ ഇവർ തമ്മിൽ ഇവരുടെ ഈ കമ്മ്യൂണിറ്റിയെ പറഞ്ഞ്, അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉൾക്കൊള്ളുന്ന ആൾക്കാരുടെ നേച്ചർ വെച്ചിട്ട് സംസാരിച്ച് ഇവർ തമ്മിൽ ഒരു ബഹളം ഉണ്ടായിരുന്നു. അതിനുശേഷം ബിഗ് ബോസ് അഭിഷേക് ശ്രീകുമാർ ആണ് എന്ന് ചൊറിഞ്ഞത്, പക്ഷേ അതങ്ങ് വലിയ പ്രശ്നമായി. അങ്ങനെ ബിഗ് ബോസ് ഇതിന് വാണിംഗ് കൊടുക്കുകയും അഭിഷേക് ശ്രീകുമാറിന് മറ്റേ കാർഡ് കാണിക്കുകയും, ഫുട്ബോളിലൊക്കെ കാണിക്കുന്ന കാർഡ് കാണിച്ച് വാണിംഗ് കൊടുക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം പുറത്ത് വന്നിട്ട് ഇവർ 2 പേരും അവനുമായിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് തീർത്തു, എല്ലാം സെറ്റിലാക്കി, എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കി, അവൻ നല്ല ഫ്രണ്ടാണെന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കിടയിൽ വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യത്തിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അഭിഷേക് ജയദീപ് ഒരു പുതിയതായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ്. കമ്പനി എന്ന് പറഞ്ഞാൽ ഫാഷൻ ലോകത്തെ ആളാണല്ലോ ഈ റാംപാക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ പുള്ളി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി ഒരുപാട് പ്രൊമോഷണൽ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ പുള്ളി ഒരു വീഡിയോ ഇട്ട് ഈ ഫേസിൽ പുരട്ടുന്ന ഷുഗറിൻ്റെ എന്തോ ഒരു മേക്കപ്പ് കിറ്റോ, നമുക്ക് അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് അറിയത്തില്ല, അങ്ങനെ ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ വരാൻ തുടങ്ങി. ആ കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു പ്രത്യേകതരം കമ്മ്യൂണിറ്റിപ്പെട്ട ആളായതുകൊണ്ടും പുള്ളിയുടെ സെക്ഷുവാലിറ്റി വേറൊരു തലത്തിലുള്ളതായതുകൊണ്ടും അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ കുറേ കമൻറ്റുകൾ വന്നു. ഈ കമൻറ്റുകൾക്ക് അദ്ദേഹം അവിടെ തന്നെ തെറിവിളി കൂട്ടുകയുണ്ടായി. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയത് കാണാൻ പറ്റില്ല, കാരണം ആ കമൻറ്റ് ബോക്സ് ഹൈഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു സംഭവത്തിൽ അഭിഷേക് ജയദീപ് ഈ ഇത്തരത്തിലുള്ള മോശം കമൻ്റ് ഇട്ട ആളെ ഇൻബോക്സിൽ പോയി ചീത്ത വിളിച്ചു. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടുമൊക്കെ നല്ല രീതിക്കുള്ള ചീത്തവിളി ഉണ്ടായി. അപ്പോൾ ഇതിനകത്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ 2 പേര് തമ്മിലുള്ള പേഴ്സണൽ വഴക്ക് ഒരു കമ്മ്യൂണിറ്റി എതിർക്കുന്ന ആളും ഒരു കമ്മ്യൂണിറ്റി അനുകൂലിക്കുന്ന ആളും തമ്മിലുള്ള വഴക്കായിട്ട് മാറി. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ അഭിഷേക് ജയദീപിനെതിരെ വന്ന സാധനം അഭിഷേക് ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിനകത്ത് അവർ മറ്റേ കവർ ഇമേജ് കൊടുത്തേക്കുന്നത് അഭിഷേക് ജയദീപിൻ്റെ മുഖം ഇങ്ങനെ വെട്ടിയിട്ടുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇതൊന്നും കാണിക്കുന്നില്ല കേട്ടോ, നിങ്ങൾ പറയുന്ന അതാത് ചാനലുകളിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റും. കാരണം ഇത് ഒരുപാട് സെൻസിറ്റീവ് കണ്ടൻറ് ആയതുകൊണ്ടാണ് ഞാനൊന്നും കാണിക്കാത്തത്. അപ്പോൾ ഞാൻ അന്നിങ്ങനെ ചെയ്തത് തെറ്റാണെന്ന് എല്ലാവരും വ്യാഖ്യാനിച്ചു. പക്ഷേ ഇന്ന് അവൻ ചെയ്തപ്പോഴും അതിനെ എല്ലാവരും ഇതാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിഷേക് ശ്രീകുമാർ ആ കമ്മ്യൂണിറ്റിയെ എതിർത്തുകൊണ്ട് അഭിഷേക് ശ്രീകുമാറിൻ്റെ അഭിപ്രായത്തിൽ അഭിഷേക് ജയദീപിനെതിരെ കമൻറ്റും കാര്യങ്ങളല്ല മറ്റേ റീൽസും കാര്യങ്ങളൊക്കെ ഇട്ടു തുടങ്ങി. അതിനൊരുപാട് സപ്പോർട്ടും വന്നു, ഒരുപാട് ഒപ്പോസും വന്നു. അപ്പോൾ ഇതിനോട് എതിർത്ത് അഭിഷേക് ജയദീപിൻ്റെ കമൻറ്റിൽ ഒരുപാട് പേര് വന്ന് കമൻറ്റിലും ഇൻബോക്സിലും വന്ന് അറഞ്ചും പുറഞ്ചും ചീത്ത വിളിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയം ഞാൻ കാണുകയും ഞാൻ അഭിഷേക് ജയദീപിനോട് സംസാരിച്ചു. എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ അഭിഷേക് ജയദീപ് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ, എന്നെ ചീത്ത വിളിച്ചു, ഞാൻ തിരിച്ചും ചീത്ത വിളിച്ചു. അഭിഷേക് ജയദീപ് ഇത് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറി എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് വലിയ പ്രശ്നങ്ങളില്ലാത്ത സാധനങ്ങൾ മാത്രം ഞാൻ നിങ്ങൾക്ക് എവിടെയൊക്കെ വെക്കാം. അപ്പോൾ അഭിഷേക് ജയദീപ് പറയുന്നത് എന്നെ വന്ന് ചീത്ത വിളിച്ചപ്പോൾ ഞാൻ തിരിച്ച് ചീത്ത വിളിച്ചു, സ്വാഭാവികം. പക്ഷേ അപ്പുറത്തെ ആൾ പറയുന്നത് അഭിഷേക് ജയദീപ് എന്നെ ചീത്ത വിളിച്ചു,
അപ്പം ഞാൻ അവനെ ചീത്ത വിളിച്ചു. അപ്പോൾ അഭിഷേക് വളരെ മോശമായിട്ട് സംസാരിച്ചെന്ന് അവൻ വളരെ മോശമായിട്ട് സംസാരിച്ചെന്ന് അഭിഷേക് ജയദീപും സംസാരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ചും കൂടെ നമ്മൾ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് ഈ ബിഗ് ബോസ് തുടങ്ങുന്നതിനും കുറച്ച് നാളും കൂടെ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ, അഭിഷേക് ജയദീപ് കുറച്ച് നാളുകൾക്ക് മുമ്പൊന്ന് എയറിൽ കയറിയിരുന്നു. എയറിൽ കയറിയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കൊറിയൻ മല്ലുവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുമെന്ന് കരുതുന്നു. അറിയാത്തവർക്ക് വേണ്ടി ഞാനിവിടെ ഫോട്ടോ കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം സ്ത്രീകളുടെ വേഷം ധരിച്ചുകൊണ്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഈ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസിൻ്റെ താഴെ വന്നിട്ട് നീ ഇന്ന കമ്മ്യൂണിറ്റിയിൽ ചേരുക, നീ പെണ്ണല്ലേടാ, നീ ട്രാൻസ്ജെൻഡർ അല്ലേടാ, നീ ഇത് മാറടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും കമൻ്റ് ഇടുകയും ഈ കൊറിയൻ മല്ലു അറിഞ്ഞും പറഞ്ഞും ചീത്ത വിളിക്കുകയും ചെയ്തു. അങ്ങനെ ഏതോ ഒരു സാഹചര്യത്തിൽ കൊറിയൻ മല്ലുവും അഭിഷേക് ജയദീപും തമ്മിൽ ഭയങ്കര ഒരു ക്ലാഷ് ഉണ്ടാവുകയും ഇവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ചീത്തവിളി ഉണ്ടാവുകയും ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകളെല്ലാം പുറത്തു വരികയും ചെയ്തു. ഇത്തരത്തിൽ കൊറിയൻ മല്ലുവും അഭിഷേക് ജയദീപും വളരെയധികം പോപ്പുലറായി ഏറെക്കേറൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് വരുമ്പോഴത്തേനും ഇങ്ങനൊരു പ്രശ്നം നടന്നു. അഭിഷേക് ജയദീപിനെതിരെ ഇത്തരത്തിൽ അവൻ ചീത്ത വിളിച്ചു, മോശമായിട്ട് സംസാരിച്ചു, അവൻ ഇത്തരത്തിൽ വൃത്തികേടായിട്ട് സംസാരിച്ചു, അതായത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ടേംസ് ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പ്രശ്നം നടന്നപ്പോഴത്തേനും കൊറിയൻ മല്ലു ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് അന്ന് സംഭവിച്ചത് ഇതാണ്, ഇന്ന് സംഭവിക്കുന്നത് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊറിയൻ മല്ലു അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ നോക്കി കാണാം. ഇതിനകത്ത് ഇവരുടെയൊക്കെ ആശയപരമായിട്ടുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ അഭിഷേക് ജയദീപിനെ നോക്കുകയാണെങ്കിൽ, അഭിഷേക് ജയദീപ് ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. ആ കമ്മ്യൂണിറ്റിയിൽ പെട്ട കാര്യങ്ങളുമായിട്ടൊക്കെ അദ്ദേഹം സഹകരിച്ച് പോകുന്നുണ്ട്. അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുമ്പോൾ ഈ കമ്മ്യൂണിറ്റിയെ എതിർക്കുന്ന ആളാണ്. പക്ഷേ അഭിഷേക് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അഭിഷേക് ശ്രീകുമാർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ആ കമ്മ്യൂണിറ്റി എതിരല്ല, ആ കമ്മ്യൂണിറ്റിയിലെ ചില ആളുകൾ മറ്റുള്ള കുടുംബത്തിലെ ആളുകളെ അതിലേക്ക് ആകർഷിക്കുന്നു, അല്ലെങ്കിൽ നീ ഇതിലേക്ക് മെമ്പർ ആകണം എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യുന്നതിന് ആണ് എതിരെ, അത്തരത്തിലുള്ള ആളുകൾക്കാണ് എതിരെന്നാണ് അഭിഷേക് ശ്രീകുമാർ പറയുന്നത്. ഇനി കൊറിയൻ മല്ലുവിലേക്ക് വരുമ്പോൾ, കൊറിയൻ മല്ലു തുടക്കത്തിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പിന്നെ കൊറിയൻ മല്ലു ഇത്തരത്തിലുള്ള, അതായത് ഞാൻ പറഞ്ഞില്ലേ സ്ത്രീയുടെ രൂപത്തിലുള്ള വീഡിയോസൊക്കെ അദ്ദേഹം ഇടുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ആൾക്കാർ വന്നിട്ട് നീ ഈ കമ്മ്യൂണിറ്റി ചേരണം എന്ന് അദ്ദേഹത്തെ നിർബന്ധിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ചേരാൻ സമ്മതം പ്രകടിപ്പിക്കാത്തത് മൂലം, കാരണം അദ്ദേഹം ഇപ്പോഴുള്ള ഐഡൻറ്റിറ്റിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ജീവിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ലെന്ന് പറയുകയും, അതിനെ തുടർന്ന് ഈ കമ്മ്യൂണിറ്റിയിലുള്ള ചിലർ കൊറിയൻ മല്ലുവിന് നേരെ സൈബർ ആക്രമണം നടത്തുകയൊക്കെ ഉണ്ടായെന്നാണ് കൊറിയൻ മല്ലുവിൻ്റെ ഭാഗം പറയുന്നത്. അതിൽ പിന്നെ ഈ നമ്മുടെ കൊറിയൻ മല്ലു ഈ കമ്മ്യൂണിറ്റിക്ക് എതിരായി. അത്രയും നാൾ ഒരു 10 വർഷത്തോളം ആ കമ്മ്യൂണിറ്റിക്ക് സപ്പോർട്ടായിരുന്നു, പിന്നീട് അതിനെതിരായി. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ ഒന്നിച്ചത്. അതായത് ഈ കമ്മ്യൂണിറ്റി അനുകൂലിക്കുന്ന ഒരാളും ഈ കമ്മ്യൂണിറ്റിയെ എതിർക്കുന്ന രണ്ടുപേരും, ഇവർ തമ്മിൽ നേരത്തെയും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം ഉരുത്തിരിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്രശ്നമായി മാറിയിരിക്കുന്നത്. ഇതിനകത്ത് ഈ 3 പേരും, ഈ ഇപ്പോൾ അഭിഷേക് ശ്രീകുമാർ ആയാലും അഭിഷേക് ജയദീപ് ആയാലും കൊറിയൻ മല്ലു ആയാലും, ഈ തെറിവിളി ആദ്യം ഉണ്ടായ ആളില്ലേ ആ ആളായാലും പറയുന്നത്, അഭിഷേക് ജയദീപ് പറയുന്നത് എന്നെ ചീത്ത വിളിച്ചു, ഞാൻ ചീത്ത വിളിച്ചു. അഭിഷേക് ശ്രീകുമാർ അങ്ങനത്തെ ഒരു വാദം വെച്ചിട്ടില്ല. ഞാൻ പണ്ടിത് സംസാരിച്ചപ്പോഴത്തേനും എന്നെ എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്തു, അവൻ സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല, ഇതാണ് അഭിഷേക് ശ്രീകുമാർ പറഞ്ഞത്. കൊറിയൻ മല്ലു പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ എന്നെ അതിലേക്ക് നിർബന്ധിച്ചു, ഞാൻ പോകാത്തത് മൂലം ഇങ്ങനെയൊക്കെയായി. പിന്നെ ഈ പണ്ട് നിങ്ങൾ കണ്ട സ്ക്രീൻഷോട്ടെല്ലാം എന്നെ തെറി വിളിച്ചപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ച തെറിയാണെന്നാണ് കൊറിയൻ മല്ലു പറയുന്നത്. ഇനി ഈ അഭിഷേക് ജയദീപ് ഒരുത്തനെ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞില്ലേ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരം ഉണ്ടായി, അവൻ പറയുന്നത് അഭിഷേക് ജയദീപാണ് എന്നെ വന്ന് ചീത്ത വിളിച്ചെന്ന്. ഇതിനകത്ത് ശരിക്കും ആരാണ് തുടക്കക്കാരനെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇവരെല്ലാവരും ഒരുപോലെ അവകാശപ്പെടുന്നൊരു കാര്യം, ഞാനല്ല തുടക്കത്തിൽ ചീത്ത വിളിച്ചത്, എന്നെ പറഞ്ഞു, അതിന് ഞാൻ തിരിച്ച് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുത്തു എന്നാണ് ഇവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിയായ യാഥാർത്ഥ്യം നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇതിനകത്ത് ശരിയായ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിലെ കൾപ്രിറ്റ് എന്ന് പറയുന്നത് ആദ്യം വന്ന് ചീത്ത വിളിക്കുന്നവനായിരിക്കും. 2 കൈയും അടിച്ചാലേ ശബ്ദം ഉണ്ടാവില്ലല്ലോ, ഒരുത്തം മാത്രം ചീത്ത വിളിച്ചാൽ നടക്കത്തില്ല. അപ്പോൾ ആദ്യം ഒരാൾ ചീത്ത വിളിക്കുന്നു, മറ്റേ ആൾ അതിനെല്ലാം തിരിച്ച് ചീത്ത വിളിക്കുന്നു. അപ്പോൾ ഇതിലെ ആദ്യം ചീത്ത വിളിച്ചവനാണ് ശരിക്കും ഇതിലെ പ്രതി എന്ന് പറയുന്ന ആൾ. ഇനി ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്, നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, ഇതിൽ ആരുടെ ഭാഗത്തായിരിക്കും ശരി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നുള്ള കാര്യം. അതോ ഇനി മറ്റാരെങ്കിലും ആണോ ഇതിന് ഈ 3 പേരല്ലാതെ പുറത്ത് വേറെ ആരെങ്കിലും ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.